ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോൾ ഇന്നത്തെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി റീസെന്റ് ആയിട്ട് വരാനിരിക്കുന്ന നമ്മുടെ ബാങ്ക് എക്സാംസ് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ആ ഒരു ബാങ്കിങ് എറ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന ബാങ്ക് എക്സാംസുകളായ SBIയുടെ എക്സാംസ് ഉണ്ട്, അതുപോലെ IBPSന്റെ എക്സാംസ് ഉണ്ട്, IBPS RRBയുടെ എക്സാംസ് ഉണ്ട്, ഡിഫറെന്റ് ഇൻഷുറൻസ് ലെവൽ എക്സാംസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു എന്താണ് ടൈം പീരീഡ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പം ബാങ്കിങ് എക്സാമില് കഴിഞ്ഞ വർഷത്തെ ഒരു റൂൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് എക്സാമിൽ ഫസ്റ്റ് വരുന്ന എക്സാം നമുക്ക് SBIയുടെ എക്സാം ആയിരിക്കും. അപ്പോൾ SBIയുടെ എക്സാം ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അതായത് 2025 നോട്ടിഫിക്കേഷന്റെ ആ ഒരു രീതി നോക്കി കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും, ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് SBI POയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് SBI IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് SBI ക്ലർക്ക്, അങ്ങനെ IBPS ക്ലർക്ക്, അങ്ങനെയാണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ IBPS കലണ്ടർ പ്രകാരം നേരത്തെ റിലീസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ IBPSന്റെയും IBPS RRBയുടെയും എക്സാംസിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അത് റിലീസ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം വരാനിരിക്കുന്നത് നമ്മുടെ SBI അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ POയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു ടൈമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതായത് ജൂൺ മാസത്തിലാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ SBI POയുടെ ആയിരുന്നാലും ഇപ്പൊ IBPS PO ആയിരുന്നാലും IBPS RRB PO, നെക്സ്റ്റ് വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകളായിരുന്നാലും ബാങ്കിങ് എക്സാം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേണിലാണ് നമുക്ക് പോവുക. ഇപ്പോ നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് നമുക്ക് എക്സാംസും കാര്യങ്ങളും നടക്കുന്നത്. അതിലിപ്പോ പ്രിലിംസ് ലെവൽ നോക്കുകയാണെങ്കിൽ അത് സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഈ അസിസ്റ്റന്റ് ആൻഡ് ഓഫീസർ ലെവൽ പോസ്റ്റിലേക്കുള്ള ആ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോ നമ്മുടെ QAയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സേഫ് സ്കോർ വരുന്ന ഒരു കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അരിത്തമെറ്റിക് സെഷൻ വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് തന്നെയാണ് നമുക്ക് ബോത്ത് അസിസ്റ്റന്റ് ആൻഡ് ഓഫീസർ പോസ്റ്റിലെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോ PO ലെവൽ ആവുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ക്ലർക്ക് ലെവൽ ആകുമ്പോൾ POയുടെ അത്രയും ഒരു എന്താണ് ഒരു ടഫ്നെസ്സും കാര്യങ്ങളും, അതായത് ടഫ്നെസ് എന്ന് ഉദ്ദേശിച്ചത് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവൽ വരുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ക്ലർക്ക് ലെവൽ വരില്ല, അതായത് അസിസ്റ്റന്റ് ലെവൽ വരത്തില്ല. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, അപ്ലൈ ചെയ്യുന്ന രീതികളെല്ലാം സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ ക്വാളിറ്റിയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇന്ന് ഞാനിവിടെ നമ്മുടെ SBI QAയുടെ പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ SBI QA അല്ലെങ്കിൽ നമ്മുടെ SBI POയുടെ QA സെഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിപ്പോ റീസെന്റ് ആയിട്ടുള്ള കുറെ എക്സാമുകളുടെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ PO എക്സാംസ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ വരെ വരുന്ന ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രിലിംസ് ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ് ഏരിയകൾ അല്ലെങ്കിൽ സ്കോറിംഗ് ടോപ്പിക്സും ഉണ്ടായിരിക്കും, അരിത്തമെറ്റിക് ടോപ്പിക്സും ഉണ്ടായിരിക്കും. സ്കോറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ബൾക്കായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. നമുക്ക് ഒരുവിധം നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഈ സ്കോറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പിക്സ് ആണ് സ്കോറിംഗ് ടോപ്പിക്സ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നമുക്ക് സിംപ്ലിഫിക്കേഷൻസ് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ലെവൽ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്പർ സീരീസ്. നെക്സ്റ്റ് പറയുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇതൊക്കെ ബൾക്കായിട്ടാണ് ചോദിക്കുക. ഒരു 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു എന്താണ് വിത്തിൻ ഒരു 5 ക്വസ്റ്റ്യൻസിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഓരോ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് DI സെഷൻ. DI എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ആ ഒരു സെഷൻ വരുന്നത്. അതിൽ നിന്നും ഏകദേശം POയുടെ ലെവലൊക്കെ ആണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 സെറ്റുകളാണ് ചോദിക്കുന്നത്. അപ്പോ നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്കോറിംഗ് ടോപ്പിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ അതിൽ നിന്നും ഒരിക്കലും നമുക്ക് മാർക്ക് മിസ്സായി പോവരുത്. അത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ടോപ്പിക്കാണ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ബൾക്കായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ലെവൽ വരുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് കൂടിപ്പോയാൽ ഒരു 7 to 10 ക്വസ്റ്റ്യൻസിനുള്ളിൽ വെച്ചിട്ടേ ചോദിക്കത്തുള്ളൂ.
അരിത്തമെറ്റിക് സെഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒത്തിരി ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. ഇപ്പം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെന്റേജ്, ഏജസ്, പാർട്ട്ണർഷിപ്പ്, മെൻസുറേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, SI, CI, അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാ ടോപ്പിക്സിൽ നിന്നും കവർ ചെയ്യുന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം. അപ്പൊ അതിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് SI, CI ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു 7 ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യനിൽ ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ബാക്കി 5 ക്വസ്റ്റ്യൻ കുറച്ച് ടഫസ്റ്റ് ആയിട്ട് വരുന്നു. ടഫസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചൊന്ന് നമുക്കൊന്ന് എന്താണ് ടൈം എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വരാറുണ്ട്. അപ്പം അത് ആ ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ചിലപ്പോൾ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ അരിത്തമെറ്റിക്കലി. അപ്പൊ ബാക്കി സ്കോറിംഗ് കംപ്ലീറ്റ് നമുക്ക് എങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള റിമൈനിങ് ടോപ്പിക്സിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ റിമൈനിങ് ടോപ്പിക്സ് അല്ലെങ്കിൽ ആ പറയുന്ന സ്കോറിംഗ് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരുന്നാലും പുതുതായിട്ട് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ പറയുന്ന ടോപ്പിക്കുകൾ, അതായത് ഇപ്പൊ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, പിന്നെ പറയുമ്പോൾ നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, നമ്മുടെ DI, ഈ ഒരു 5 ടോപ്പിക്സിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ എന്താണ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്റ്റഡി പ്ലാനിനകത്ത് ഈ പറയുന്ന ടോപ്പിക്സ് ഉൾപ്പെടുത്തി ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവേണ്ട ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്പീഡും ആക്യുറസിയും ഭയങ്കര കൂടുതലായിട്ട് വേണ്ട ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ നമ്മൾ എത്ര സ്പീഡ് ചെയ്ത് ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നോ അത്രയും ടൈം നമുക്ക് ഈ പറയുന്ന അരിത്തമെറ്റിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് ഞാൻ ഈ സ്കോറിംഗ് ടോപ്പിക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അടുത്ത സെഷനകത്താണ് ഞാൻ അരിത്തമെറ്റിക് സെഷൻ അവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതില് സ്കോറിംഗ് ടോപ്പിക്സ് ആയിട്ടുള്ള SBI PO ലെവലിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ എല്ലാ നമുക്കറിയാം SBI PO എക്സാം എന്ന് പറയുമ്പോൾ കുറെ ഷിഫ്റ്റുകളിലായിരിക്കും പ്രിലിംസ് എക്സാം നടക്കുക. ആ പ്രിലിംസ് എക്സാമിന്റെ പല ഷിഫ്റ്റുകളിൽ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോ ഫസ്റ്റ് ഷിഫ്റ്റില് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് DIയുടെ ഒരു 3 സെറ്റ് ഉണ്ടായിരിക്കും. പിന്നെ സിംപ്ലിഫിക്കേഷന്റെ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ക്വാഡ്രാറ്റിക് നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ആ ഒരു സെറ്റ് നമുക്ക് ചോദിച്ചു എന്ന് വിചാരിക്കാം. അടുത്ത ഷിഫ്റ്റിൽ സിംപ്ലിഫിക്കേഷൻ വരണം എന്നില്ല, അതിന്റെ സ്ഥാനത്ത് അപ്രോക്സിമേഷൻ വരാം. അതിന്റെ അടുത്ത ഷിഫ്റ്റില് നമുക്ക് ചിലപ്പോ ക്വാഡ്രാറ്റിക് വരണം എന്നില്ല, അവിടെ നമ്പർ സീരീസ് വരാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ബൾക്ക് ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റ് പ്രകാരം നമുക്ക് അവിടെ എന്താണ് അവിടെ ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പോ ഞാൻ എന്താ എടുത്തിരിക്കുന്നതില് നമ്മൾ DI എടുത്തിട്ടുണ്ട്, അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ വരുമ്പോ എന്താണ് DI തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് DI നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ PyDI ചോദിക്കാം, ബാർ ഗ്രാഫ് ചോദിക്കാം, ലൈൻ ഗ്രാഫ് ചോദിക്കാം. പിന്നെ വരുമ്പോ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ വരുന്ന ചോദിക്കാം. ഇപ്പൊ പൈയും ടേബിൾ ഫോർമേഷൻ ചോദിക്കാം, അതുപോലെ പൈയും ടേബിളും കൂടെ ഒരുമിച്ച് വരുന്ന ചോദിക്കാം, ബാറും അതായത് ബാർ ഗ്രാഫും ടേബിളും കൂടെ ഒരുമിച്ച് വരുന്ന ചോദിക്കാം, ബാർ ഗ്രാഫും ലൈൻ ഗ്രാഫും ഒരുമിച്ച് വരുന്ന ചോദിക്കാം. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള DIയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുകൂടാണ്ട് ഒരു DIയുടെ ഇതും കൂടെ ഉണ്ട്, കേസ്ലെറ്റ് DI എന്ന് പറഞ്ഞാൽ. അത് എല്ലാ പ്രാവശ്യവും നമുക്ക് കേസ്ലെറ്റ് DI കണ്ടുവരുന്നുണ്ട്. അതായത് പാരഗ്രാഫ് ആയിരിക്കും തന്നിരിക്കുക. ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സാധാരണ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇവിടെ കേസ്ലെറ്റ് DI എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന കേസസ്, അതായത് നമ്മുടെ ഡേറ്റാസ് കംപ്ലീറ്റ് ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും തന്നിരിക്കുക. അതിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യുക, ആ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ DI നല്ലപോലെ നോക്കിയിട്ട് എന്താണ് അത് ഡെയിലി പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. കേസ്ലൈറ്റ് DIയും നമ്മൾ ഡെയിലി പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം. കേസ്ലൈറ്റ് DI കുറച്ച് ഒരു എന്താണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം പാരഗ്രാഫ് വായിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് എടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം പൂർണ്ണമായിട്ടും കേസ്ലൈറ്റ് DI എന്ന് പറയുന്നത് എക്സാം ചെയ്യുമ്പോൾ ലാസ്റ്റിലത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ വായിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ടൈം അത്രയും നമുക്ക് അവിടെ സ്പെൻഡ് ആയിപ്പോ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്ത് ടൈം അവിടെ മാനേജ് ചെയ്തിട്ട് ഇതുപോലെ വരുന്ന കേസ്ലെറ്റ് DIയും അരിത്തമെറ്റിക് സെഷനും വേണ്ടി നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കി ആ ഒരു ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു DI ആണ് എടുത്തിട്ടുള്ളത്. ബാർ ഗ്രാഫ് ആണ് ഞാനിവിടെ
എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ടീംസ് ഉണ്ട്, XY രണ്ട് ടീംസ് ഉണ്ട്. അവർ ഡിഫറെന്റ് ഡേയ്സിൽ, ഒരു വീക്കിലെ ഡിഫറെന്റ് ഡേയ്സ് ആയ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അതിൽ സ്കോർ ചെയ്തിട്ടുള്ള റൺസിന്റെ കാര്യങ്ങളാണ് നമുക്ക് ആ DI യിൽ തന്നിട്ടുള്ളത്. ആ DI യിൽ നമുക്ക് X എന്ന് പറയുന്ന ബ്ലൂ ആണ്, അതുപോലെ Y എന്ന് പറയുന്ന ഓറഞ്ച് ആണ്, അതുപോലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേയിലെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്, റൺ സ്കോർ ചെയ്താണ് തന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ പറയുന്ന Y ആക്സിസിൽ തന്നിട്ടുള്ളത് റൺസ് ആണ്. അതായത് ഇപ്പോൾ മൺഡേ X സ്കോർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ഡിവിഷൻസ് ഇവിടെ നോക്കാം. ഡിവിഷൻസ് അതായത് രണ്ട് മെയിൻ ഡിവിഷൻസിനിടയിൽ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പം ആ ഓരോ ഡിവിഷൻസും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. 0 to 100, 100 to 200 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ബിറ്റ്വീൻ നമുക്ക് 3 ഡിവിഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഓരോ ഡിവിഷൻസ് എത്ര യൂണിറ്റ് വരും? ഇത് 25, 50, അതുപോലെ 75, 100. അടുത്ത 225, 250, 275, സോറി 125, 150, 175, 200. അങ്ങനെ ഓരോ യൂണിറ്റും 25 വെച്ചിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൺ സ്കോർ ബൈ X ആൻഡ് Y ഓൺ മൺഡേ. അപ്പൊ മൺഡേയിൽ എക്സും വൈയും ഒരുമിച്ച് എത്ര റൺസ് സ്കോർ ചെയ്തു, അതുപോലെ റൺസ് സ്കോർ ബൈ X ഓൺ വെനസ്ഡേ, വെനസ്ഡേയിൽ X എത്ര സ്കോർ ചെയ്തു. അപ്പോൾ ഈ രണ്ട് റൺസിന്റെയും കൂടി ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സും വൈയും മൺഡേ എത്ര റൺസ് സ്കോർ ചെയ്തു നോക്കാം. മൺഡേ ഇതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ഡിവിഷൻ ആണ് നമുക്ക് X വരുന്നത്. അപ്പോൾ അത് ഏതാണ്? 300, 25, 50, 75. അപ്പൊ 375 വരും അല്ലെ. 375 പ്ലസ് Y എത്ര സ്കോർ ചെയ്തു? 300 സ്കോർ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര വന്നു? 675. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കുക, ആ ഒരു വാല്യൂ മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? റൺ സ്കോർഡ് ബൈ X ഓൺ വെനസ്ഡേ ആണ്. അപ്പൊ വെനസ്ഡേ X നോക്കിക്ക്, X ബ്ലൂ ആണ്, വെനസ്ഡേ 400 ആണ് അല്ലെ. അപ്പൊ ഇവർ തമ്മിൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ 675 മൈനസ് 400 എത്ര വന്നു? 275 വന്നു. എത്രയാണ്? 275. അപ്പോ ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ A 275 വന്നു. ഓക്കെ, എളുപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ എടുത്തോണ്ടിരിക്കരുത്. ജസ്റ്റ് ആ ഗ്രാഫ് നോക്കുക, ആ വാല്യൂ പിക്ക് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ പിക്ക് ചെയ്യുക, ആഡ് ചെയ്യാനെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഡയറക്ട്ലി പോവാ. ഇപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 375 പ്ലസ് 300 എന്ന് പറഞ്ഞാൽ 675 നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വെനസ്ഡേ വരുന്ന സമയത്ത് 400 ആണ്. അപ്പൊ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 275 ആണെന്നുള്ളത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അത് നമ്മുടെ മൈൻഡിന് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റൺ സ്കോർഡ് ബൈ Y ഓൺ ട്യൂസ്ഡേ ടു 1/5 ഓഫ് റൺ സ്കോർഡ് ബൈ Y ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ ടുഗെദർ. അതായത് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എന്തിന്റെയൊക്കെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്? ട്യൂസ്ഡേ Y സ്കോർ ചെയ്തിട്ടുള്ള റൺസ് ടു എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് റേഷ്യോ 2. നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് Y ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ ടുഗെദർ സ്കോർ ചെയ്ത റൺസിന്റെ 1/5 പാർട്ട്. അപ്പൊ നമുക്ക് Y ഓൺ ട്യൂസ്ഡേ എത്രയാന്ന് നോക്കാം. Y ഓൺ ട്യൂസ്ഡേ വരുമ്പോ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ഒരു അതായത് ഇതാണ് വരുന്നത്. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ 175 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 175 ഈസ് ടു ഇവിടെ മൺഡേയും വെനസ്ഡേ ഓൺ എന്താണ്? Y ആണ്. അപ്പൊ മൺഡേ എത്രയാണ് Y വരുന്നത്? 300 ആണ്. വെനസ്ഡേ Y എത്രയാണ്? 325 ആണ്. അപ്പൊ 300 പ്ലസ് 325 എത്ര വന്നു? 625 വന്നു. 625ന്റെ 1/5 പാർട്ട് ആണ്. അതായത് 1/5 പാർട്ട് ഓഫ് ബോത്ത് എന്താണ് മൺഡേ ആൻഡ് വെനസ്ഡേ ഒരുമിച്ചുള്ളത്. അപ്പൊ 625 ഡിവൈഡ് ബൈ 5 വരുമ്പോൾ 125 ആണ്. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയാ വരിക? നമുക്ക് ഇവിടെ 151, 35:25 എന്ന് വരും. അപ്പൊ 7:5 വന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ് എന്നുള്ളത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ എക്സാമിന് നമുക്കിപ്പോ POയുടെ പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുന്നെങ്കിൽ തന്നെ നമുക്ക് ടഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടഫ്നെസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ DIയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു 4 DI ആണെങ്കിൽ അതിൽ ഒരെണ്ണം ചിലപ്പോൾ ട്വിസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു DI ആയിരിക്കും. ബാക്കി 3 നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ടൈമിനുള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന DI തന്നെയായിരിക്കും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ആ ഒരു ടൈം സേവ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ. If run scored by X on Sunday is 2/5 less than the number of runs scored by X on Wednesday. അപ്പൊ സൺഡേയില് നമുക്ക് ഇല്ലല്ലോ, ആകെ മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേ ആണല്ലോ നമുക്കുള്ളത്. അപ്പോ ഇവിടെ X വെനസ്ഡേ സ്കോർ ചെയ്ത റൺസ് എത്രയാന്ന് നോക്കുക. 400 ആണ്. ഓക്കെ, ഇതാണ് 400 ആണ്. വെനസ്ഡേ X സ്കോർ ചെയ്തത് 400 ആണ്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്
നമ്മുടെ സൺഡേയിൽ എക്സ് സ്കോർ ചെയ്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത് 2/5 ലെസ് ദാൻ ദ നമ്പർ ആണ്. അപ്പോ വെനസ്ഡേ എക്സ് എത്ര സ്കോർ ചെയ്തോ അതിന്റെ 2/5 ലെസ് ദാൻ ആണ് സൺഡേ സ്കോർ ചെയ്തത്. 2/5 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 2/5 ലെസ് ദാൻ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചേക്കണം. ഇപ്പൊ 2/5 ലെസ് ദാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി? 2/5 പോയിട്ട് ബാക്കി ഫ്രാക്ഷൻ എത്രയാ വരുന്നത്? 3/5 വരും അല്ലെ? അപ്പോ ഈ എക്സ് ഓൺ വെനസ്ഡേയുടെ 3/5 കണ്ടുപിടിച്ചാൽ മതി. അതാണ് എക്സ് ഓൺ വെനസ്ഡേ, സോറി സൺഡേ എന്ന് പറയുന്നത്. അപ്പോ എക്സ് ഓൺ വെനസ്ഡേ എത്രയാണ്? 400. അതിന്റെ 3/5 എന്ന് പറയുമ്പോൾ എത്ര വന്നു? നമുക്ക് ഇവിടെ 80 വന്നു. 240 ആണ് വരുന്നത്. എത്രയാണ്? 240. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക? 240 ആണ്. അപ്പൊ 2/5 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന 3/5 കണ്ടുപിടിക്കാം. ഇനി 2/5 മോർ ദാൻ എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? നമുക്കിത് എങ്ങനെയാ ലെസ് ദാനും മോർ ദാനും വരിക? അപ്പൊ 2/5 ലെസ് ദാൻ എന്ന് പറയുകയാണെങ്കിൽ 5 - 2, അതായത് ഈ രണ്ട് വാല്യൂസും കൂടെ മൈനസ് ചെയ്തിട്ട് ബാക്കി 3/5. ഇനി മോർ ദാൻ ആണ് പറയുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വാല്യൂ കൂടെ പ്ലസ് ചെയ്യുക, 7/5 വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ എത്ര വന്നു? 240 ആണ്. ദെൻ ഫൈൻഡ് ദ റൺ സ്കോർഡ് ഓൺ എക്സ് ഓൺ വെനസ്ഡേ ആണ്. അപ്പൊ എക്സ് ഓൺ വെനസ്ഡേ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി 240 ആണ്. ഓപ്ഷൻ ഡി 240. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ആവറേജ് ഓഫ് റൺ സ്കോർഡ് ബൈ വൈ ഓൺ വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഈസ് 330. അപ്പോൾ സാറ്റർഡേയിൽ വൈ നമുക്ക് അറിയില്ല. അപ്പോൾ വെനസ്ഡേയുടെ വൈ വെച്ചിട്ടും ആവറേജ് വെച്ചിട്ടും നമുക്ക് സാറ്റർഡേയുടെ വൈ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? വൈ ഓൺ വെനസ്ഡേ പ്ലസ് വൈ ഓൺ സാറ്റർഡേ ഡിവൈഡ് ബൈ 2, അതാണല്ലോ ആവറേജ്, വിച്ച് ഈസ് ഈക്വൽ ടു 330 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വൈ ഓൺ വെനസ്ഡേ എത്രയാണ്? വൈ ഓൺ വെനസ്ഡേ എന്ന് പറയുന്നത് 325 ആണ്. അപ്പൊ 325 പ്ലസ് വൈ ഓൺ സാറ്റർഡേ ഇസ് ഈക്വൽ ടു, ഈ 2 ഇപ്പുറത്ത് പോകുമ്പോൾ 660 വന്നു. അപ്പൊ വൈ ഓൺ സാറ്റർഡേ എന്ന് പറയുന്നത് എത്ര റൺസ് വന്നു? 660 മൈനസ് 325 ആണ്. ഇതിൽ നിന്നും 5 3 അതായത് 335 എന്ന് വന്നു. എത്രയാണ്? 335 വന്നു വൈ ഓൺ സാറ്റർഡേ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ റൺ സ്കോർഡ് ബൈ വൈ ഓൺ സാറ്റർഡേ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ദാൻ റൺ സ്കോർഡ് ബൈ എക്സ് ഓൺ ട്യൂസ്ഡേ. അപ്പൊ എക്സ് ഓൺ ട്യൂസ്ഡേ ഒരു റൺസ് ഉണ്ട്, സ്കോർ ചെയ്ത റൺസ് ഉണ്ട്. അതിനെക്കാട്ടിലും എത്ര പെർസെന്റേജ് കൂടുതലാണ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് കുറവാണ് സാറ്റർഡേ വൈ സ്കോർ ചെയ്ത റൺസ്? അപ്പൊ വൈ ഓൺ സാറ്റർഡേ സ്കോർ ചെയ്ത് നമുക്ക് ഉണ്ട്. ഇനി എക്സ് ഓൺ ട്യൂസ്ഡേ നമുക്കറിയണം. എക്സ് ഓൺ ട്യൂസ്ഡേ എന്ന് പറയുന്നത് ഇതാണ്, അതായത് 200 250 വരും. എക്സ് ഓൺ ട്യൂസ്ഡേ എന്ന് പറയുന്നത് 250 ആണ്. അപ്പോ ഇതിനെക്കാട്ടിലും എത്ര പെർസെന്റേജ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് വൈ ഓൺ സാറ്റർഡേ? അപ്പോ ഇങ്ങനെ പെർസെന്റേജ്, അതായത് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ഡിക്രീസ്, പെർസെന്റേജ് മോർ ലെസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് അവിടെ ഉണ്ടായിരിക്കും. രണ്ട് വാല്യൂസിന് ഡിഫറൻസ് എടുക്കാം ന്യൂമറേറ്ററിൽ. അപ്പൊ 335 മൈനസ് 250 ഡിവൈഡ് ബൈ അപ്പോൺ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എക്സ് ഓൺ ട്യൂസ്ഡേ ആണ്. അപ്പൊ 250 ഇൻറ്റു 100 ആണ്. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 വരും. 13 വരുമ്പോൾ ഇത് 8 വരും അല്ലെ? 85 വന്നു. ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100 ആണ്. 0 ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് 5 കൊണ്ട് ഇത് 5, ഇത് 2 വന്നു. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 117. അപ്പോൾ 17 ഇൻറ്റു 2 എത്രയാണ്? 34. ഓപ്ഷൻ ഇ 34% കൂടുതലാണ്, മോർ ആണ് വരുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ മതി, എക്സ് ഓൺ ട്യൂസ്ഡേ എന്ന് പറയുന്നത് 250യും വൈ ഓൺ സാറ്റർഡേ എന്ന് പറയുന്നത് 335 ആണ്. അപ്പൊ ഇതിനെക്കാട്ടിലും ഇത് കൂടുതലാണ് വരുന്നത്. അപ്പൊ മോർ ആണ് വരുന്നത്. അപ്പോൾ 34% ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ടോട്ടൽ റൺ സ്കോർഡ് ബൈ വൈ ഇൻ ഓൾ ദ ഗിവൺ ഡേയ്സ്. അപ്പോൾ വൈയുടെ ടോട്ടൽ എത്രയാന്ന് നോക്കിയാൽ മതി. ഇവിടെ 300 വരും. ഇവിടെ വരുമ്പോ 175 വരും. ഇവിടെ വരുന്ന സമയത്ത് 325 വന്നപ്പോ 325 300 175. ഓ 5 9 7 175 തന്നല്ലോ. ഇത് 175 വന്നു, 300 വന്നു, ഇത് 325 ആണ്. 0 8 അല്ലേ? 6 7 10 ആണല്ലോ, സോറി 10 ആണല്ലോ. അപ്പൊ 800 ആണ് ഓപ്ഷൻ ഡി. 800 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൈ സ്കോർ ചെയ്തിട്ടുള്ള ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ്, അപ്പൊ ഇത് ഇത്രയാണ് നമുക്ക് ആ ഒരു DIയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ 3 to 5 ഡിഫറൻസ് വരാം. 3 ക്വസ്റ്റ്യൻസ് ആവാം, ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആവാം. അപ്പൊ ഇവിടെ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ക്വാഡ്രാറ്റിക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് ഒരു പ്രാവശ്യം നമുക്ക് SBI POയ്ക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 90 ആണ്, 91 ആണ്. അപ്പോ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് 91ഉം അതുപോലെ നമ്മുടെ സം -20 ആണ് വരുന്നത്. അപ്പൊ 91ഉം -20ഉം വരുന്നത്, അതായത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 91ഉം ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ -21ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് വരാം? ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ 91ഉം വരണം, അവര് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ -20ഉം വരണം. അപ്പൊ -13ഉം -7ഉം എടുത്താലോ, ഇൻഡു ചെയ്യുമ്പോൾ +91 ആണ്. ഇനി പ്ലസ് ചെയ്യുമ്പോഴോ -20 ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -13ഉം -7ഉം. അപ്പൊ റൂട്ടുകൾ എന്താവും? +13ഉം +7ഉം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നായതുകൊണ്ട് വേറെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇനി അടുത്തത് y² - 28y + 195 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, 28ഉം 195ഉം ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ പ്രോഡക്റ്റ് +195ഉം സമ്മ് -28 വരണം. അങ്ങനെ വരുന്ന രണ്ട് സംഖ്യകൾ ഏതൊക്കെയായിരിക്കും എന്നൊന്നും ആലോചിച്ച് നോക്കിക്കേ. 13ഉം 15ഉം എടുത്താലോ, 13ഉം 15ഉം, അതായത് -13ഉം -15ഉം ഇൻഡു ചെയ്യുമ്പോൾ +195 കിട്ടും, സം ചെയ്യുന്ന സമയത്ത് -28ഉം കിട്ടി. അപ്പോ റൂട്ട് വരുന്ന സമയത്ത് രണ്ടും പ്ലസ് ആവും. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈക്വൽ ആണ്. 7ഉം 13ഉം കമ്പയർ ചെയ്യുമ്പോൾ 13 ആണ് ലാർജ്, 13ഉം 15ഉം കമ്പയർ ചെയ്യുമ്പോൾ 15 ആണ് ലാർജ്, 7ഉം 15ഉം കമ്പയർ ചെയ്യുമ്പോൾ 15 ആണ് ലാർജ്. അപ്പോ ഇതിലെ എക്സ് എന്ന് പറഞ്ഞത് ഇത് എക്സിന്റെ റൂട്ടുകളാണ്, ഇത് വൈയുടെ റൂട്ടുകളാണ്. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ എന്ത് വന്നു? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഒക്കെ നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്താണ് അത്രയും ഒരു ഫാമിലിയർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അവിടുത്തെ ഈ നമ്പേഴ്സ് എടുക്കുന്നതിൽ നിന്ന് വലിയ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, x² - 24x + 143 ആണ്. 143 വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 11ന്റെ മൾട്ടിപ്പിൾ ഒക്കെ വരുന്ന രീതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ത്രൂ പ്രാക്ടീസ് ആണ് കേട്ടോ നമുക്കിത് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ 143 11ന്റെ മൾട്ടിപ്പിൾ പക്ഷെ നോക്കുകയാണെങ്കിൽ 11ഉം 13ഉം എടുക്കാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് -24 വരണം എന്നാണ്. അപ്പൊ -11ഉം -13ഉം കൂടെ കൂട്ടുമ്പോൾ -24. ഇവര് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്രയാണ്? 143 തന്നെയാണ് അല്ലെ? അപ്പോ ഇത് എക്സിന്റെ നമ്പറുകളാണ്, റൂട്ടുകൾ എടുക്കുമ്പോൾ രണ്ടും പ്ലസുകളാണ്, അതായത് മൈനസ് വാല്യൂസ് രണ്ടും പ്ലസുകളാവും. ഇനി വൈഡ് നമ്പേഴ്സ് എടുക്കാം. 22 ആണ് ഇൻറ്റു ചെയ്യുമ്പോൾ 13 ആണ് പ്ലസ് ചെയ്യുമ്പോൾ. അവിടെ നമുക്ക് 11ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ -11ഉം -2ഉം -13 ആണ് ഇൻറ്റു ചെയ്യുമ്പോൾ +22. അപ്പൊ റൂട്ടുകൾ എടുക്കുമ്പോൾ രണ്ടും പ്ലസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. ഇത് രണ്ടിലും 13 ആണ് വലുത്, ഇത് രണ്ടിലും 11 ആണ് വലുത്, ഇത് രണ്ടിലും 13 ആണ് വലുത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ആണ് വലുത്, അതുപോലെ ഈക്വലും ഉണ്ട്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് അവിടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിനും കോഎഫിഷ്യന്റ് ഉണ്ട്. എക്സ് സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് വരുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് എപ്പോഴും എങ്ങനെ എടുക്കുക? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും കൂടെ എടുത്തിട്ടാണ് പ്രോഡക്റ്റ് എടുക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 3ഉം കോൺസ്റ്റന്റ് ടേം 18 ആണ്. അപ്പൊ രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ 54 വരണം. അതായത് എടുക്കുന്ന രണ്ട് നമ്പേഴ്സ്, എക്സിന്റെ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുമ്പോൾ 54ഉം വരണം, സം ചെയ്യുമ്പോൾ -15 വരണം. 54 -15 നമ്മൾ ആലോചിക്കുമ്പോഴേ 9ഉം 6ഉം നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, 9ഉം 6ഉം ഇൻഡ്യൂ ചെയ്യുമ്പോൾ 54 ആണ്. അപ്പൊ പ്ലസ് ആണ് വരുന്നത് കേട്ടോ, പ്ലസ് ഇതാണ്. അതുപോലെ -15 വരണം എന്നുണ്ടെങ്കിൽ രണ്ട് മൈനസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും റൂട്ടുകൾ പ്ലസ് ആവും. അതുപോലെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഉണ്ട്. ഇവിടെയൊന്നും നമുക്ക് എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ് ചെയ്യാത്തത്. ഇവിടെ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് 3 ഉള്ളത് കൊണ്ട് ഈ രണ്ട് റൂട്ടുകളെയും 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3ഉം വന്നു, 2ഉം വന്നു. ഇനി വൈയുടെ നമ്പേഴ്സ് ഏതൊക്കെയാ വരുന്നത്? ഇത് y² - y - 6 ആണ്. അപ്പോ
പ്രോഡക്റ്റ് -6 അതുപോലെ സമ്മ് -1 വരണം. 3 2 എടുത്താലോ? 3 2 എടുത്താല് നമ്മൾ -3 2 -3 പ്ലസ് 2 എത്രയാണ്? -1 ആണ്. -3 × 2 എത്രയാണ്? -6 ആണ്. അപ്പോ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. -3ഉം 2ഉം റൂട്ടുകൾ എടുക്കുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും. അപ്പൊ 3ഉം -2ഉം വരും, രണ്ട് റൂട്ടുകൾ, വൈഡ് രണ്ട് റൂട്ടുകൾ. അപ്പൊ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ 3ഉം 3ഉം ഈക്വൽ ആണ്. 3ഉം 2ൽ 3 ആണ് വലുത്, 3ഉം -2ൽ 3 ആണ് വലുത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എക്സിലും ഒരു ലാർജർ വാല്യൂ വരുന്നുണ്ട്, വൈക്കും ഒരു ലാർജർ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അവിടെ നോ റിലേഷൻ ആണെന്ന് പറയാം. നമുക്ക് റിലേഷൻ അവിടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഇയിലേക്ക് പോവേണ്ടി വരും. ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിലും ആ ഒരു ഓപ്ഷൻ എടുക്കണം, അല്ലെങ്കിൽ നോ റിലേഷൻ ആണെങ്കിലും അവിടെ ആ ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. ഓപ്ഷൻ ഇ ആണ് വരുന്നത്. അപ്പം അപ് ടു 3 to 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഏതാ എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അടുത്ത സെറ്റ് ഒരു ഡി ഐ തന്നെയാണ്. നമുക്ക് കമ്പൈൻഡ് ഡി ഐ, അതായത് മിക്സ്ഡ് ഡി ഐ ആണ് അവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. മിക്സ്ഡ് ഡി ഐ എന്ന് പറയുമ്പോൾ രണ്ട് ഡി ഐ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് ഇവിടെ നമുക്കൊരു ബാർ ഗ്രാഫും ഉണ്ട്, ഒരു ടേബിൾ ഗ്രാഫും ഉണ്ട്. കണ്ടോ? അപ്പോൾ ബാർ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ 5 ഡിഫറെന്റ് കമ്പനീസ്. അപ്പം 5 ഡിഫറെന്റ് കമ്പനീസിൽ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ഇവരുടെ രണ്ടിന്റെയും കൂടെ ഉള്ള ടോട്ടൽ നമ്പർ ആണ് ബാർ ഗ്രാഫിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ടേബിൾ ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ ടേബിൾ തന്നിരിക്കുന്നത് അവരുടെ ഡിഫറൻസ് ആണ്, ഗ്രാജുവേറ്റിന്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ ഡിഫറൻസ് ആണ് ടേബിൾ തന്നിട്ടുള്ളത്. അതുപോലെ ഒരു നോട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആണ്. ഇവിടെ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആർ മോർ ദാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആണ്. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും എയുടെ ടോട്ടൽ എംപ്ലോയീസ് എത്രയാണെന്ന് ചോദിച്ചാൽ എയുടെ ടോട്ടൽ എംപ്ലോയീസ് ബാർ ഗ്രാഫിൽ നിന്നും 220 എന്ന് കിട്ടും. അത് ബോത്ത് ഗ്രാജുവേറ്റ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് ഡേറ്റ ആയിട്ട് നമുക്ക് അവിടെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ടൊരു ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 കമ്പനീസ് ഉണ്ടല്ലോ, എ ബി സി ഡി ഇ. ഓക്കെ, കുറച്ച് ഡേറ്റാസ് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് നമ്പർ ഓഫ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി ആൻഡ് ഡി. അപ്പം ഗ്രാജുവേറ്റ് എംപ്ലോയീസ് മാത്രമായിട്ട് തരുന്നില്ല, ടോട്ടൽ എംപ്ലോയീസ് അത് ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കൂടെ കമ്പൈൻഡ് ആണ്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതണം. ആദ്യം നമുക്കുള്ളത് ടോട്ടൽ എംപ്ലോയീസ് ആണ്, അതായത് ഗ്രാജുവേറ്റ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. പിന്നെ അവരുടെ ഡിഫറൻസ് എന്നിട്ടുണ്ട് ജി മൈനസ് പി അല്ലെ, ഡിഫറൻസ് എന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ എടുക്കാം. എക്ക് ആണെങ്കിൽ ടോട്ടൽ 220 ഉണ്ട്, ഗ്രാജുവേറ്റ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ജി മൈനസ് പി എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് ബിക്ക് ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 195. അപ്പൊ ഓരോ ഡിവിഷൻസ് നോക്കുക, ഒരു യൂണിറ്റ് ആണ് വരുന്നത് അല്ലെ, 5 ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ 195 ആണെങ്കിൽ 96, 97, 98, 99, 200. അപ്പൊ ഓരോ ഡിവിഷൻസും ഒരു യൂണിറ്റ് ആണ്. അപ്പം 195 ആണ് അല്ലേ, 196 ആണ്. അടുത്തത് വരുമ്പോ 224 ആണ് സിയുടേത്. ഡിയുടേത് വരുമ്പോ 200 ആണ്. ഇയുടേത് വരുമ്പോ 204 ആണ്. 204 ആണ്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡിഫറൻസും കൂടെ നോക്കണം. ഇത് 2 വന്നിട്ടുണ്ട്, അതുപോലെ 36 ടേബിളിൽ നിന്നാണ് 96. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേണം? ഗ്രാജുവേറ്റ് സെപ്പറേറ്റ് വേണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് സെപ്പറേറ്റ് വേണം. എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് ഇക്വേഷൻസ് ആയിട്ടില്ലേ, ജി പ്ലസ് പി 220യും ജി മൈനസ് പി 4ഉം ആണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് വന്നില്ലേ. നമ്മൾ എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത്? അതായത് ഇങ്ങനെയാണ്, ജി പ്ലസ് പി ഈക്വൽ ടു, ആദ്യം കമ്പനി എയുടെ എടുക്കാം 220യും ജി മൈനസ് പി ഈക്വൽ ടു 4ഉം ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയില്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ 2g ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 224 ആണ്. അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട, ആ രണ്ട് വാല്യൂസിനും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടുത്തെ ഗ്രാജുവേറ്റിന് കിട്ടും. അപ്പോ ചെയ്യുമ്പോൾ നമുക്ക് 112 കിട്ടിയല്ലേ, ഗ്രാജുവേറ്റ് 112. അതുപോലെ തന്നെയാണ് താഴെ വരുമ്പോഴും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 198 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എത്ര കിട്ടുന്നത്? 198 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 99 ആണ്. അതാണ് ഗ്രാജുവേറ്റ്. നെക്സ്റ്റ് 224 പ്ലസ് 36 ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നേ?
260 ആണ്. അപ്പൊ 260 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 130 ആണ്. അപ്പൊ 130 നമുക്ക് എന്ത് വന്നു? ടോട്ടൽ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആണ് 130 വന്നിട്ടുള്ളത്. അതുപോലെ ഡിയുടേത് വരുമ്പോഴത്തേക്കും 290 ഡിവൈഡ് ബൈ 2 ആണ്. ചെയ്യുന്ന സമയത്ത് നമുക്ക് 290 ആണല്ലോ, അപ്പോൾ 145 എന്ന് വരും. അടുത്ത 204 പ്ലസ് 96 ആണ്. അത് വരുന്ന സമയത്ത് 003 300 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 150 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാജുവേറ്റ്, ടോട്ടൽ ഗ്രാജുവേറ്റ് കിട്ടി. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടാൻ ടോട്ടൽ G+P നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് G കുറച്ചാൽ പോരെ. 220യിൽ നിന്ന് 112 കുറയ്ക്കുക. കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 108 കിട്ടും. അതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇനി ബിയുടെ 196 മൈനസ് 99 ആണ്. കുറയ്ക്കുന്ന സമയത്ത് അവിടെ എത്രയാ കിട്ടുന്നത്? 7 18 വരുമ്പോൾ 97 വന്നു. നെക്സ്റ്റ് ഇനി 224ഉം 130യും വരുന്ന സമയത്ത് 4 94 വരും. 94. നെക്സ്റ്റ് 200ഉം അതുപോലെ ഇത് 55 വന്നു അല്ലെ. ഓക്കെ, തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 4 5 54 വന്നു. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ അല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓരോ കമ്പനീസിനെ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്, ഗ്രാജുവേറ്റും സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് നമ്പർ ഓഫ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി ആൻഡ് ഡി. ഓക്കെ, അപ്പോ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? ആവറേജ് നമ്പർ ഓഫ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി ആൻഡ് ഡി. ബിയിലും ഡിയും കൂടെ ടോട്ടലുള്ള ഗ്രാജുവേറ്റ് എംപ്ലോയീസിന്റെ ആവറേജ് മൈനസ് ആവറേജ് നമ്പർ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എ ആൻഡ് ഡി. അപ്പൊ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ബിയും ഡിയും ഗ്രാജുവേറ്റ് എത്രയാണ്? 99ഉം 145. അപ്പൊ 99 പ്ലസ് 145 ഡിവൈഡ് ബൈ 2. അതുപോലെ എയും ഇയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ 108 പ്ലസ് 54 ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കൂട്ടുന്ന സമയത്ത്. ഓക്കെ, അപ്പോ 72 മൈനസ് 81. 72 അല്ല, നമുക്ക് ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഏറ്റവും ലാർജ് നമ്പർ ഏതാ നോക്കുക. അപ്പൊ 81 മൈനസ് 72 അല്ലേ വരും. 81 ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാം കേട്ടോ. 12 6 എ പ്ലസ് ഡി തന്നല്ലോ. 99ഉം 144 അല്ലല്ലോ നമുക്ക് അവിടെ വരിക. 9 പ്ലസ് 5 4 244 അല്ലേ വരിക. അപ്പൊ 122 മൈനസ് 72 ആണ്. 122 മൈനസ് 81 ആണ്. 41 വരും. ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 41 ആണ്. ഓക്കെ, ഓപ്ഷൻ എ 41. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് മാനേജർ ടു അസോസിയേറ്റ് ഇൻ കമ്പനി എ 7:4 ആണ്. ഫീമെയിൽ മാനേജർ ഇൻ എ 16.67% ഓഫ് ദാറ്റ് ഓഫ് ദ മെയിൽസ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ മാനേജർ ഇൻ എ ആൻഡ് ടോട്ടൽ അസോസിയേറ്റ് ഇൻ എ ആണ്. അപ്പം ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളത് മാനേജർ ടു അസോസിയേറ്റിന് റേഷ്യോ തന്നിട്ടുണ്ട് 7:4 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് കമ്പനി എയിലെയാണ്. അപ്പൊ കമ്പനി എയിലെ ടോട്ടൽ നമുക്ക് 220 പേരാന്നുള്ളത് അവിടെ നമുക്ക് അതായത് ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും കൂടെ ചേർത്തിട്ട് 220 എംപ്ലോയീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് മാനേജറും അസോസിയേറ്റും ചേർത്തിട്ട് ടോട്ടൽ 11 റേഷ്യോ ആണ് അവിടെ വരുന്നത്, ടോട്ടൽ എംപ്ലോയീസ്. ആ 11 റേഷ്യോയ്ക്ക് നമ്മൾ 220 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 20, അതായത് അസോസിയേറ്റ് 80 പേരും വരും, മാനേജർ 140 പേരും വരും. ഓക്കെ, ഇനി പറയുന്നത് ദ ഫീമെയിൽ മാനേജർ ഇൻ എ, കമ്പനി എയിലെ ഫീമെയിൽ മാനേജർ എന്ന് പറയുന്നത് 16.67%. അപ്പൊ 16.67%. അപ്പൊ നിങ്ങൾ പെർസെന്റേജ് പഠിക്കുമ്പോൾ ഇതുപോലുള്ള പെർസെന്റേജുകൾ നിങ്ങൾ ബൈഹേർട്ട് ആക്കി വെക്കാം. 16.67% എന്ന് പറഞ്ഞാൽ 1/6 ആണ് ഫ്രാക്ഷൻ വരിക. ഓക്കെ, അപ്പോ ഫീമെയിൽ മാനേജർ ഓഫ് എ എന്ന് പറയുന്നത്, ഓക്കെ, എയിലെ ഫീമെയിൽ മാനേജർ എന്ന് പറയുന്നത് 1/6 ഓഫ് ദാറ്റ് ഓഫ് മെയിൽസ് ആയിരിക്കും. എയിലെ മെയിൽസിന്റെ 1/6 ആണ്. അപ്പം എയിലെ മെയിൽസ് നമുക്കറിയാം 140 ആണ്. അപ്പൊ 1/6 ഇൻറ്റു 140 അതായിരിക്കും എയിലെ ഫീമെയിൽ മാനേജർമാരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി 140 എന്ന് പറയുന്നത് എന്താണ്? മാനേജർ ആണല്ലോ, അപ്പൊ 140 എടുക്കാൻ പറ്റില്ല. ഇവിടെ മെയിൽസ് ആണല്ലോ, എയിലെ മെയിൽസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പം
നമുക്ക് അതൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. അടുത്ത് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ മാനേജർ ഇൻ എ ആൻഡ് ടോട്ടൽ അസോസിയേറ്റ് ഇൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് ഫീമെയിൽ മാനേജർ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫീമെയിൽ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും മെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എയിലെ മെയിൽ കണ്ടുപിടിക്കാൻ പറ്റും. 6 ഇൻറ്റു എഫ് കൊടുക്കാം. ഫീമെയിൽ മാനേജർമാരാണല്ലോ വരുന്നത്. ഇതിൽ നമുക്ക് മാനേജേഴ്സ് ആണ് 140 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. അതായത് എയില് തന്നെ മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ കണ്ടുപിടിക്കാം. 1:6:1 എന്ന് കിട്ടും. മെയിൽ ഈസ് ടു ഫീമെയിൽ എത്രയാണ്? 6:1 എന്ന് കിട്ടി. എയില് മെയിൽ ഈസ് ടു ഫീമെയിൽ ആണ് 6:1. അപ്പോ എയിലെ ടോട്ടൽ എംപ്ലോയീസ് ടോട്ടൽ മാനേജർ, അതായത് മാനേജർ, ഇത് രണ്ട് മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഇതിൽ നിന്നും ടോട്ടൽ നമുക്ക് 7 റേഷ്യോ വരും. ഈ 7 റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ മാനേജർ ആണല്ലോ വരെ. അപ്പൊ മാനേജർ 140 കൊടുക്കുക. അപ്പൊ ഇൻറ്റു 20 ആണ്. ഇതിൽ നിന്നും 1:20, അതായത് ഫീമെയിൽ മാനേജേഴ്സ് 20 കിട്ടും, മെയിൽ മാനേജേഴ്സ് 120 കിട്ടും. അപ്പൊ ഫീമെയിൽ മാനേജേഴ്സ് നമുക്ക് 20 കിട്ടിയല്ലോ. അപ്പൊ മെയിൽ മാനേജേഴ്സ് നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത്? 120 ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ മാനേജർ ഇൻ എ. മെയിൽ മാനേജർ ഇൻ എ എത്രയാണ്? 120 ആണ്. അപ്പൊ 120 മൈനസ് ടോട്ടൽ അസോസിയേറ്റ് ഇൻ എ എത്രയാണ്? ടോട്ടൽ അസോസിയേറ്റ് ഇൻ 80 ആണ്. അപ്പൊ രണ്ട് ഡിഫറൻസ് എത്ര വന്നു? 40 വന്നു. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഇ 40 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പെർസെൻറ്റേജുകളും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് പഠിച്ചു വെച്ചേക്കുക. 16.67% എന്ന് പറയുമ്പോൾ വിത്തിൻ സെക്കൻഡ്സിന് നമ്മുടെ മനസ്സിനകത്ത് വരണം അത് 1/6 ഫ്രാക്ഷൻ ആണെന്നുള്ളത് വന്നിരിക്കണം. ഓക്കെ, അടുത്ത 11th ക്വസ്റ്റ്യൻ. ഇൻ കമ്പനി എക്സ് the total employees are average number of employees in ACE. Okay, company X ല്, okay, company X ല് total number of employees എന്ന് പറയുന്നത് ഈ ACE ഈ 3 കമ്പനീസിന്റെ ആവറേജ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇതില് ACE എന്ന് പറയുമ്പം എത്ര വരും? എ എന്ന് പറയുന്നത് ടോട്ടൽ എംപ്ലോയീസ് 220 ആണ്. സി പറയുമ്പോൾ 224 ആണ്. ഈ പറയുമ്പോൾ 204 ആണ്. ഇവരുടെ ആവറേജ് ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ ബൈ 3. ആവറേജ് ആണ് കമ്പനി എക്സിലെ ടോട്ടൽ എംപ്ലോയീസ്. അപ്പം ഇവരുടെ ആവറേജ് എത്രയാ കിട്ടുക? 220, 224, 204 ആണ്. 8 വന്നു, 4 വന്നു, 648 by 3 വന്നു, 216. അതായത് 216 ആണ് കമ്പനി എക്സിലെ ടോട്ടൽ എംപ്ലോയീസ്. റേഷ്യോ ഓഫ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എ ആൻഡ് എക്സ് ഇസ് 1:1 ആണ്. അപ്പോൾ ഗ്രാജുവേറ്റ് എംപ്ലോയീസിന്റെ റേഷ്യോ ആണ് അത്. കമ്പനി A:X ആണ് തന്നിട്ടുള്ളത് 1:1. ഓക്കെ, ഇപ്പൊ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എയിൽ എത്രയാ വരുന്നത്? ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എയിൽ വരുമ്പോ 112 ആണ്. 112 ആണ്. അപ്പൊ എക്സിലും എത്ര തന്നെ വരും? 112 തന്നെ വരും. 1:1 ആണല്ലോ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എക്സ് ആൻഡ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ഇ. റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാ വരുന്നത്? 216 ടോട്ടൽ ഉണ്ട്. ടോട്ടൽ എംപ്ലോയീസ് ഉണ്ട് 216. അപ്പോൾ 216 മൈനസ് ഗ്രാജുവേറ്റ് ഇൻ എക്സ് എത്രയാണ്? 112. 401. അപ്പോൾ 104 ഈസ് ടു ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ഇ എന്ന് പറയുമ്പോൾ എത്ര വന്നു? ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ഇ എന്ന് പറയുമ്പോൾ 150 ആണ് വരുന്നത്. 150. ഓക്കെ, ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 52 വരും. ഇവിടെ ആണെങ്കിൽ 75 വരും. അപ്പോൾ 52 into 75 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. 12th question. Find difference between graduate employees and postgraduate employees in all the companies ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ഓൾ ദ കമ്പനീസ്. അപ്പം
നമുക്ക് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എല്ലാ കമ്പനീസിന്റെയും ഗ്രാജുവേറ്റ് എംപ്ലോയീസ് നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഡിഫറൻസ് ആണ്, ടോട്ടൽ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ എത്രയാ വരുന്നതെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ നമുക്ക് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ എത്രയാ വരുന്നതെന്ന് നോക്കാം. 112, 99, 130, 145, 636 വരും അല്ലേ. ഇനി ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എത്രയാ വരുന്നത്? 408 ആണ്. അപ്പം 636 മൈനസ് 408, 8, 2, 228 ആണ്. ഓപ്ഷൻ ഇ ആണ് അവിടുത്തെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സി ടോട്ടൽ ഫീമെയിൽസ് ഹു ആർ ഗ്രാജുവേറ്റ് ഈസ് 50 ആണ്. ഓക്കെ, സി കമ്പനിയിൽ ടോട്ടൽ ഫീമെയിൽസ് ഗ്രാജുവേറ്റ് ഫീമെയിൽസ് ആണ്, അത് എത്രയാണ്? 50 ആണ്. നമ്പർ ഓഫ് മെയിൽസ് ഹു ആർ ഗ്രാജുവേറ്റ് ഈസ് 20 മോർ ദാൻ ഫീമെയിൽസ് ഹു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോ നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് ഹു ആർ 20 മോർ ദാൻ ഹു ആർ ഗ്രാജുവേറ്റഡ്. അപ്പൊ ഗ്രാജുവേറ്റ് മെയിൽസ് എന്ന് പറയുന്നത് 20 മോർ ദാൻ ഫീമെയിൽസ് ഹു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോ ഫീമെയിൽസ് ഓഫ് PG ആണ്. മെയിൽസ് ഹു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സി ആർ വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ഡി. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രാജുവേറ്റ് മെയിൽ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി അങ്ങോട്ട് അല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് മെയിൽസ് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ ടോട്ടൽ ഗ്രാജുവേറ്റ് എത്രയാണ്? സിയിലെ ടോട്ടൽ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്, സിയിലെ ടോട്ടൽ ഗ്രാജുവേറ്റ് 130 ആണ്. 130. അതിൽ 50 പേര് ഗേൾസ് ആണെങ്കിൽ ബാക്കി 80 പേര് ബോയ്സ് ആയിരിക്കും, മെയിൽസ് ആയിരിക്കും. ബാക്കി 80 പേര് മെയിൽസ് ആണ്. ഇനി ഗ്രാജുവേറ്റ് മെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 20 പ്ലസ് ഫീമെയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എത്ര വന്നു? 60 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടോട്ടൽ എത്ര വന്നു? സിയില് 94 ആണ്. ആ 94ൽ നിന്നും ഈ 60 അങ്ങ് കുറയ്ക്കുക, 34 വന്നു. മെയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അപ്പൊ മെയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 34 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഡിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസിന്റെ എത്ര പെർസെന്റേജ് കൂടുതലാണ് അഥവാ കുറവാണ് സിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് മെയിൽസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഡിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എത്രയാന്ന് നോക്കാം. ഡിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് 55 ആണ്. രണ്ട് വാല്യൂസ്, ഒന്ന് 55ഉം 34ഉം വരും. രണ്ടിനെയും ഡിഫറൻസ് എടുക്കുക. അപ്പൊ 55 മൈനസ് 34 ഡിവൈഡ് ബൈ, അപ്പോൾ എന്താണ്? ഡി ആണ്. അപ്പൊ 55 ഇൻറ്റു 100, 21 ബൈ 55 ഇൻറ്റു 100 ആണ്. ഇത് 20, 420 ബൈ 11 വരും. 333, 998. അപ്പൊ 38 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷന് 38 പോയിന്റ് സംതിങ് ഏതെങ്കിലും ഉണ്ടോ? യെസ്, ദ ഓപ്ഷൻ ഡി ആണ്, 38.18%. ഓക്കെ, ഇനി നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ഇൻ കമ്പനി എഫ് ടോട്ടൽ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ആർ 121 മോർ ദാൻ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി. അപ്പൊ കമ്പനി എഫില് ടോട്ടൽ ഗ്രാജുവേറ്റ് എംപ്ലോയീസ്, കമ്പനി എഫിലെ ടോട്ടൽ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 121 മോർ ദാൻ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി ആണ്. ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ ബി. അപ്പൊ ബിയിലെ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 99 ആണെന്ന് നമുക്കറിയാം. അപ്പോ 121 പ്ലസ് 99 ആണ്. അപ്പോ നമ്മുടെ എഫിനകത്ത് വരുന്ന ഗ്രാജുവേറ്റ് എംപ്ലോയീസിന് കിട്ടും 220 ആണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ എംപ്ലോയീസ് ഇൻ എഫ് ഈസ് 125% മോർ ദാൻ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എ. അപ്പോ എഫിലുള്ള ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് 125% മോർ ദാൻ. 125% മോർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെ എത്രയാ വരുന്നത്? അതായത് 125% കൂടുതലാണ്. അപ്പൊ 100 കൂട്ടി എഴുതുക, 225% വരും. ഈ 225% എന്ന് പറയുന്നത് എന്താണ്? എത്രയാണ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 9/4 ഫ്രാക്ഷൻ ആണ് 225%. അപ്പോൾ 9/4 ഫ്രാക്ഷൻ ഓഫ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എ എത്ര വരും? ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എ എന്ന് പറഞ്ഞാൽ 112 ആണ്. 112. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 8 328. അപ്പൊ 28 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 28 ഇൻറ്റു 9 282 വരും.
അതായത് ടോട്ടൽ എംപ്ലോയീസ് ഇൻ എഫ് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് ഇൻ എഫ് ആണ്. അപ്പം 252 നിന്നും എത്ര കുറയ്ക്കാം? 220 കുറയ്ക്കുക. അപ്പോൾ 32 എന്ന ആൻസർ കിട്ടും. അപ്പൊ ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഫിലുള്ള ടോട്ടൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എത്രയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഇ 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു സെക്ഷനകത്ത് എടുത്തിട്ടുള്ളത്, ആ ഒരു DIക്കകത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പൈ ഡയഗ്രാം നോക്കാം. ഇത് ഒരു എളുപ്പമുള്ള പൈ ഡയഗ്രാം ആണ്. പക്ഷെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഒരു എന്താണ് ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം ഇതിനകത്തെ വാല്യൂസ് P%ഉം 2P+5% കാണുമ്പോഴത്തേക്ക് നമ്മളത് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു പൈ ഡയഗ്രാം ആണ്. ദ പൈ ഗിവൻ ഷോസ് ടോട്ടൽ പോപ്പുലേഷൻ 5 cities ആണ്. 5 cities ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ പോപ്പുലേഷൻ നമുക്കറിയാം 1200 ആണ്. ഇതില് എയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2P+5 ആണ്. ബിയിലെ പോപ്പുലേഷൻ 8% ആണ്. സിയുടേത് P% ആണ്. ഡിയുടേത് 15% ആണ്. ഇയുടേത് 12% ആണ്. നമുക്കറിയാം ഒരു പൈ ഡയഗ്രാം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് 100% ആണ് വരിക, അല്ലെ? അപ്പൊ ഈ പെർസെന്റേജുകൾ എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കേ, എത്ര വന്നു? 12 പ്ലസ് 2P+5 പ്ലസ് 15 പ്ലസ് P+8, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 100% ആണല്ലോ. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 27ഉം 8ഉം 35, 40 വന്നു. 40 പ്ലസ് ബാക്കി 3P വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 100. അപ്പോ 3P ഈക്വൽ ടു 60 എന്ന് വന്നു. P ഈക്വൽ ടു 20 കിട്ടി. അപ്പോ P എന്ന് പറഞ്ഞാൽ 20% ആണ്. അതായത് ഇവിടെ P കൊടുക്കുമ്പോൾ 40+5 45% ആണ് നമുക്ക് A വരുമ്പോ. ഇത് 20%. അപ്പൊ P% കിട്ടിയില്ലേ? അപ്പൊ എല്ലാത്തിന്റെയും കിട്ടിയില്ലേ? എളുപ്പമല്ലേ? അപ്പോ ഇതിൽ നിന്നും എയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാല് 1200ന്റെ 45%. അപ്പൊ 12 into 45. ബിയുടേത് വരുമ്പോഴത്തേക്കും 12 into 8. സിയുടെ വരുമ്പോഴത്തേക്കും 12 into 20. ഡിയുടെ വരുമ്പോഴത്തേക്കും 12 into 15. ഇയുടെ വരുമ്പോഴത്തേക്കും 12 into 12. ഇതാണ് ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത്. എത്രയാണെന്ന് എഴുതാം. 12 into 45 എന്ന് പറയുമ്പോഴത്തേക്കും എയുടെ പോപ്പുലേഷൻ 540 എന്ന് വന്നു. ഇനി ബിയുടെ പോപ്പുലേഷൻ 96 വരും. സിയുടെ പോപ്പുലേഷൻ വന്നിട്ട് 240 വന്നു. ഡിയുടെ പോപ്പുലേഷൻ വരുന്ന സമയത്ത് 300 വരും. 300 ആണല്ലോ? അല്ലല്ലോ, 180 വരും. ഓക്കെ, ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇത് 144 വരും. ഈടേതാണെങ്കിൽ 144 വന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ സിറ്റി എഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽ ഈസ് 50% മോർ ദാൻ ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ബി and the female population is 20% less than the average population of B and E. Find the total population of F, both female and males, is what percentage of total population of C? സിറ്റി എഫില് നമുക്ക് സിറ്റി എഫ് ഉണ്ടോ? ഇല്ല, ഈ വരെ ഉള്ളൂ. സിറ്റി എഫിലെ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് 50% മോർ ദാൻ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഡി ആണ്. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഡി എത്ര വന്നു? 180 വന്നു. അപ്പോ 180യുടെ 50% മോർ എന്ന് പറയുമ്പോഴത്തേക്കും 150% എത്രയാന്ന് നോക്കാം. അപ്പോ 18 into 15 ആണ് വരുന്നത്. 18 into 15 എത്രയാണ്? 270 ആണ്. അപ്പൊ 270 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ഇൻ എഫ് ആണ്. എഫിലെ മെയിൽസ് ആണ്. ഓക്കെ, ഇനി ഫീമെയിൽ പോപ്പുലേഷൻ ഈസ് 20% ലെസ് ദാൻ ദ ആവറേജ് പോപ്പുലേഷൻ ഓഫ് ബി ആൻഡ് ഇ. ബിയും ഇയും തമ്മിലുള്ള ആവറേജ് പോപ്പുലേഷൻ എത്രയാണ്? 96ഉം 144ഉം. അപ്പൊ 96 പ്ലസ് 144 ഡിവൈഡ് ബൈ 2. ഓക്കെ, അതിന്റെ 20% ലെസ് ആണ്. അതായത് നമുക്ക് എങ്ങനെ വരും? എഫിലെ ഫീമെയിൽസ് ആണല്ലോ പറയുന്നത്. അപ്പൊ എഫിലെ ഫീമെയിൽസിന്റെ കാര്യമാണ് പറയുന്നത്. ബിയുടെയും ഇയുടെയും ബി 96 പ്ലസ് 144, അതിന്റെ ആവറേജിന്റെ 20% ലെസ് എന്ന് പറയുമ്പോൾ ബാക്കി 80% എടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടാൻ നോക്കാം. ഇവിടെ 40 വരും. ഒരു 0 കട്ട് ചെയ്യാം. ബാക്കി ഇത് 2 വന്നു, ഇത് 5 വന്നു. 96 പ്ലസ് 144 എന്ന് പറയുമ്പോഴത്തേക്കും 10, 14, 240 ഡിവൈഡ് ബൈ 5, 28 വരും അല്ലേ? 28 ആണ് ഫീമെയിൽ പോപ്പുലേഷൻ ഇൻ എഫ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എഫ്. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 270 പ്ലസ് 28, 298 വരും. ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സി. അപ്പൊ സിയുടെ എത്ര പെർസെന്റേജ് ആണ് എഫിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ.
ഇവിടെ ഒരു 2 കൂടെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. 5 കൊണ്ട് കട്ട് ചെയ്ത് ഇതിന്റെ 2 കൂടെ ഉണ്ടല്ലോ. 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 28 അതുപോലെ അതൊന്നുകൂടെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 80% അല്ലേ വരിക. ഇത് 4/5 ആണ് വരുന്നത്. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ബാക്കി ഇവിടെ നമുക്ക് 144 96 കൂടെ കൂട്ടുമ്പോൾ 6 4s are 10 1 13 14 1 240 divided by 5 into 2 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 48 ആണ്. 48 into 2 എന്ന് പറയുമ്പോൾ 96 ആ വരിക. ഫീമെയിൽ പോപ്പുലേഷൻ 96 ആണ് കേട്ടോ. 96 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ 6 6 336 ആ വരിക. ടോട്ടൽ എഫിലെ പോപ്പുലേഷൻ 336 ആണ്. പോപ്പുലേഷൻ ഓഫ് സി എത്രയാണ്? 240 ആണ്. അപ്പൊ 366 ഡിവൈഡ് ബൈ 240 into 100. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് പോയി. ഇത് 12 വന്നു. 5 വരും. 3 കൊണ്ട് 4 3 കൊണ്ട് 1 2 അപ്പോൾ എന്തായാലും പോയിന്റ് വരും ഇവിടെ. 610 ഡിവൈഡ് ബൈ 4 വന്നു. 610 എന്ന് പറയുമ്പോഴത്തേക്കും 1 2 5 2 പോയിന്റ്. അപ്പൊ 152 പോയിന്റ് സംതിങ് വരും. അപ്പൊ ഓപ്ഷൻ എ ആണ് 152.5% ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ബി ആൻഡ് സി ആൻഡ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇ. ഓക്കെ, ബി ആൻഡ് സി. ബി 96ഉം സി 240. അതിനുള്ള ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 144 ആണ്. 336 വരും മൈനസ് 144. 192 ആണ് ഡിഫറൻസ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ. ഇൻ സി റേഷ്യോ ഓഫ് മെയിൽ ടു ഫീമെയിൽ. സിയിൽ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:5 ആണ്. ആൻഡ് ഫീമെയിൽ ടു ചിൽഡ്രൻ റേഷ്യോ 1:1 ആണ്. അപ്പൊ നമുക്ക് ഒറ്റ റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. മെയിൽ ടു ഫീമെയിൽ ടു ചിൽഡ്രൻ കണ്ടുപിടിക്കാമല്ലോ. കമ്പൈൻ ചെയ്യാം. 1:1. 2:5 എന്ന് വരും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ചിൽഡ്രൻ ഇൻ സി ടു ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ടോട്ടൽ സിയിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാല് 240 ആണ്. അപ്പൊ ടോട്ടൽ ഇത് 12 വരും. 12 റേഷ്യോയ്ക്ക് 240 കൊടുക്കാം. ഇൻറ്റു 20 ആണ്. നമുക്ക് സി ചിൽഡ്രൻ ആണ് ആവശ്യം. സിയില് 20 കൊടുക്കുമ്പോൾ 100. അപ്പൊ 100 ആണ് ചിൽഡ്രൻ വരിക. അപ്പൊ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ചിൽഡ്രൻ ടു സി എത്രയാണ്? 100 ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇ. ഇയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 144 ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 50 72 വരും. വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 25:36. അപ്പൊ ഓപ്ഷൻ ഇ 25:36 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ പൈ ഡയഗ്രത്തിൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ. The population of cities D and E is what percentage more or less than total population of A and C? അപ്പോൾ എയുടെയും സിയുടെയും ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര ശതമാനം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് ഡിയിലെയും ഇയിലെയും ടോട്ടൽ പോപ്പുലേഷൻ? അപ്പോൾ എ ആൻഡ് സി നോക്കാം. എ എന്ന് പറയുന്നത് എത്ര വന്നു? 540. സി എന്ന് പറയുന്നത് 240. അപ്പോൾ 540 പ്ലസ് 240യും അതുപോലെ ഡി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ ഡി എത്രയാണ്? ഡി 180യും 144ഉം. 180 പ്ലസ് 144. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 324 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 780 എന്ന് കിട്ടി. അപ്പോൾ എ ആൻഡ് സി ഇൻ എന്താണ്
വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് സി ആണ് പറഞ്ഞിട്ടുള്ളത്. എ ആൻഡ് സി ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നെ ഡിഫറൻസ് എടുക്കുക 780, അതായത് മോർ ഓർ ലെസ് ആവുമ്പോൾ നമുക്ക് ഡിഫറൻസ് എടുക്കുക. ഡിവൈഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് സി ആണ് പറഞ്ഞത്. അപ്പൊ 780 into 100. ഡിഫറൻസ് എടുക്കുമ്പോൾ 10 6 വരും, 7 5 വരും, 456 by 780 into 100 എന്ന് വന്നു. ക്യാൻസൽ ചെയ്യുക. എന്തായാലും അവിടെ നമുക്ക് എന്ത് വരും, ഈ പറയുന്ന ഡെസിമൽ വരും. ഇത് 5 ആണ്, 39 വന്നു. 13 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 13 കൊണ്ട് 456 പോവില്ല. അപ്പൊ 456 into 3 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 13 വരും. ഇവിടെ 152, 152 ഡിവൈഡ് ബൈ 13 into 5 എന്ന് വന്നു. 760 by 13 എന്ന് വന്നു. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 6 വെച്ച് പറ്റില്ല, 5 വെച്ച് പറ്റത്തുള്ളൂ. അപ്പോ 65 ആണ്, ബാക്കി 8 അല്ലെ, 58.46% വരും. എത്രയാണ്? ഓപ്ഷൻ ബി 58.46% ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഔട്ട് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഓൾ സിറ്റീസ് 35% ആർ ഫീമെയിൽസ് and 55% of the total population of city D are females. Total females in all cities except D is how many more or less than total population of A ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1200 ആണ്. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ എല്ലാ സിറ്റീസിലെയും ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ 1200 ആണ്. അപ്പം ടോട്ടൽ ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഓൾ സിറ്റീസ് 35% ഫീമെയിൽ ആണ്. അപ്പം ഈ പറയുന്ന ഫീമെയിൽസ് എത്രയാണ്? അതില് ടോട്ടൽ ആ സിറ്റീസ് എടുക്കുമ്പോൾ ഫീമെയിൽസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1200 into 35. 1235 എടുക്കണ്ട, അതിൽ സീറോസ് എന്തായാലും പോകുമ്പോൾ 12 into 35 എന്ന് വരും. 12 into 35 ടോട്ടൽ ഫീമെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 420 വന്നു അല്ലെ. ടോട്ടൽ ഫീമെയിൽസ് 420 വരും. ആൻഡ് 55% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സിറ്റി ഡി ആർ ഫീമെയിൽസ് ആണ്. അപ്പം ഡിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? ഡിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ 180 ആണ്. ഫീമെയിൽസ് ഇൻ ഡി എന്ന് പറയുന്നത് 180യുടെ 55% ടോട്ടൽ പോപ്പുലേഷൻ ഫീമെയിൽസ് അല്ലേ. അപ്പം 55%. 0 ക്യാൻസൽ ചെയ്യാം. 5 ഇത് 11 2 9. അപ്പൊ 99 ആണ് ഡിയിലുള്ള ഫീമെയിൽസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ടോട്ടൽ ഫീമെയിൽസ് ഇൻ ഓൾ ദ സിറ്റീസ് എക്സെപ്റ്റ് ഡി. അപ്പൊ എക്സെപ്റ്റ് ഡി കളയുക. ടോട്ടൽ ഫീമെയിൽസിൽ എല്ലാ സിറ്റീസും കൂടെ ചേർക്കുമ്പോഴുള്ള ടോട്ടൽ ഫീമെയിൽസിൽ നിന്ന് ഡീനെ ഒഴിവാക്കുക. അപ്പൊ 420 minus 99 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബാക്കി എത്ര വരുന്നതെന്ന് നോക്കുക. ബാക്കി ടോട്ടൽ ഫീമെയിൽസ് എന്ന് പറയുന്നത്, അതായത് ഡി ഒഴിച്ചിട്ടുള്ള ഫീമെയിൽസ് 321 വരും. ഓക്കെ, അപ്പൊ ആ 321 ഈസ് ഹൗ മെനി മോർ ഓർ ലെസ് ദാൻ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 540 ആണ്. 540യിൽ നിന്ന് എത്ര കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് ഈ പറയുന്ന ടോട്ടൽ ഫീമെയിൽസ് എക്സെപ്റ്റ് ഡി. അപ്പൊ -321 കൊടുത്താൽ മാത്രം മതി. 9 വന്നു, 3 വരുമ്പോൾ 1 വരും, 219. അപ്പോ ഇവിടെ ടോട്ടൽ എത്രയാണ്? എത്ര മോർ ഓർ ലെസ് എന്ന് ചോദിച്ചാൽ 219 ആണ്. 219 ആണ് എത്ര വരുന്നത്? ആൻസർ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകളാണ്, ഇതുപോലത്തെ DI-കളാണ് നമുക്ക് എവിടെ ചോദിക്കുന്നത്? നമ്മുടെ SBI PO ലെവലിൽ നമുക്ക് ചോദിക്കുന്ന DIs. അപ്പം ഇതൊക്കെ ഈസി ആയിട്ട് വരുന്ന DIs ആണ്, എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ DIs-ഉം അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, അതുപോലെ ക്വാഡ്രാറ്റിക്, നമ്പർ സീരീസ്, ഇതൊക്കെ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ആ നമ്പേഴ്സ് ആയിട്ട് പരിചയമാവും, പെർസെൻറ്റേജുകൾ വരുന്നത് തമ്മിൽ പരിചയമാവും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഫെമിലിയറിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫെമിലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ടൈം മാനേജ് ചെയ്ത് തന്നെ ചെയ്യണം. ഇതൊക്കെ സ്കോറിംഗ് ടോപ്പിക്സിൽ വരുന്നതാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളത് നോക്കിയിട്ട് പോകണം. ഓക്കെ, ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഏരിയാസ് ആണ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേറെ സെക്ഷനുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഏരിയാസ് ആണ് ഈ പറഞ്ഞ സേഫ് സ്കോറിംഗ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ SBIയുടെ ഞാൻ പറഞ്ഞു, SBIയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ പഠിക്കാനൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് ഉറപ്പുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ SBIയുടെ കോഴ്സസ് ആയിരുന്നാലും ബാങ്കിങ്ങിന്റെ ഇപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകളുണ്ടല്ലോ, IBPS, IBPS, RRBയുടെ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, കാരണം ഇതെല്ലാം സെയിം പാറ്റേണിൽ വരുന്നത് തന്നെയാണ്. അപ്പം ഇതെല്ലാം നമുക്ക് എന്താണ്, ഇതിന്റെ കോഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ SBIയുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ബാങ്കിങ് എക്സാം ഏതായിരുന്നാലും നിങ്ങൾക്കത് എന്താണ് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ബാങ്കിന്റെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി SSC ആണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. റെയിൽവേ ആണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഏത് കോഴ്സസ് നിങ്ങൾ ഗ്രാബ് ചെയ്താലും നമ്മുടെ ജൂണിലെ എഡ്യൂഫെസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജൂൺ അവസാനം വരെ നമുക്ക് എഡ്യൂഫെസ്റ്റ് ഉള്ളൂ. അപ്പൊ നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഓഫർ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എന്താണ് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സമയം കളയാണ്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുകളും പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പാക്കേജിനകത്ത്, അതായത് നമ്മുടെ കോഴ്സിന്റെ പാക്കേജിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാട്ടോ. ഇനിയും ടൈം നിങ്ങൾ വെറുതെ കളയരുത്. അപ്പോൾ എൻക്വയറി നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം. ആ എൻക്വയറി നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് നമ്മുടെ എൻക്വയറി നമ്പർ 7736122215. ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ അരിത്തമെറ്റിക് സെഷൻ ആയിരിക്കും. അതിനകത്ത് നമുക്ക് PO ലെവലിൽ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു ആൾ.